നമസ്കാരം. ജ്യോതിഷലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരെ, നമ്മൾ വീണ്ടും ഒരു പുതുവർഷത്തിൻ്റെ പടിവാതിൽക്കലേക്ക് കടക്കുകയാണ്, 2026ലേക്ക്. ഓരോ പുതിയ വർഷം വരുമ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യമാണ്, ഒരേ ഒരു പ്രാർത്ഥനയാണ്. ഈ വർഷമെങ്കിലും എനിക്കൊന്ന് നല്ല കാലം വരുമോ? ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾക്കൊരു അറുതി ഉണ്ടാകുമോ? എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഒന്നെങ്കിലും പൂവണിയുമോ? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അലയടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം അശ്വതി നക്ഷത്രക്കാർ നിങ്ങൾ അങ്ങനെയാണ്. പുറമേ എത്ര ധൈര്യം അഭിനയിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹവും ഒരുപാട് സ്വപ്നങ്ങളും അതിലേറെ ആശങ്കകളും കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങൾ. കഴിഞ്ഞുപോയ കുറച്ചു കാലങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കത്ര നല്ലതായിരുന്നിരിക്കില്ല. ചിലർക്ക് തൊഴിൽപരമായി ബുദ്ധിമുട്ടുകൾ, ചിലർക്ക് സാമ്പത്തികമായി ഞെരുക്കങ്ങൾ, മറ്റു ചിലർക്ക് കുടുംബത്തിൽ സമാധാനമില്ലായ്മ, ആരോഗ്യ പ്രശ്നങ്ങൾ. ഇങ്ങനെ പലതിലൂടെയും നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാവാം. ആ അനുഭവങ്ങളുടെ എല്ലാം ഭാരവുമായിട്ടായിരിക്കും നിങ്ങൾ 2026നെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു വർഷഫലമല്ല. 2026ൽ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്? നിങ്ങളുടെ തലവര മാറുന്ന വർഷമാണോ ഇത്? ഏതൊക്കെ ഗ്രഹങ്ങളാണ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നത്? എവിടെയൊക്കെയാണ് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്? എല്ലാ കാര്യങ്ങളും ഒന്നും ഒഴിച്ചു വയ്ക്കാതെ വളരെ വിശദമായി നിങ്ങളുടെ ഒരു സുഹൃത്തോ സഹോദരനോ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ വരുന്ന ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ടു പോകാനുള്ള ഒരു വഴികാട്ടിയായി ഇത് മാറുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ആദ്യം തന്നെ അശ്വതി നക്ഷത്രക്കാരായ നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി. ഒരു കുതിരയുടെ വേഗതയും ഊർജ്ജസ്വലതയുമാണ് നിങ്ങളുടെ മുഖമുദ്ര. ഏത് കാര്യത്തിലും ഒന്നാമതെത്താനുള്ള ഒരു വാശി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ബുദ്ധിശക്തി, കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവ്, നേതൃത്വ പാടവം, ഇതൊക്കെ ദൈവം നിങ്ങൾക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള കഴിവുകളാണ്. പക്ഷേ ഒരു നാണയത്തിന് 2 വശങ്ങൾ ഉള്ളതുപോലെ ചില ദോഷവശങ്ങളും നിങ്ങൾക്കുണ്ട്. ക്ഷമ വളരെ കുറവായിരിക്കും. എടുത്തുചാട്ടം, മുൻകോപം, ചില കാര്യങ്ങളിൽ ഒരുതരം പിടിവാശി, ഇതൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ വിനയായി മാറിയിട്ടുമുണ്ടാകാം. നിങ്ങളുടെ മനസ്സ് എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഒരിടത്ത് അടങ്ങിയിരിക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണ്. ഈ ഒരു സ്വഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ 2026ലെ ഫലങ്ങളെ വിലയിരുത്താൻ. 2026ലെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ വർഷമല്ല. ഇതൊരു നിർണായകമായ വർഷമാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും വഴിത്തിരിവുകൾക്കും സാധ്യത കാണുന്ന ഒരു വർഷം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായ പല ഫലങ്ങളും നൽകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. എവിടെയാണ് വെളിച്ചം, എവിടെയാണ് നിഴൽ എന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞാൽ നമുക്ക് നിഴലിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നു പോകാൻ സാധിക്കും. അതാണ് ജ്യോതിഷത്തിന്റെ പ്രസക്തി. നമുക്ക് ഓരോ മേഖലകളായിട്ട് വിശദമായി പരിശോധിക്കാം. ആദ്യമായി നിങ്ങളുടെ തൊഴിൽ രംഗം. ഇതാണല്ലോ നമ്മളിൽ പലരുടെയും ഏറ്റവും വലിയ ആശങ്ക. തൊഴിൽപരമായി നോക്കുമ്പോൾ 2026 നിങ്ങൾക്കൊരു സമ്മിശ്ര ഫലമാണ് നൽകുന്നത്. വർഷത്തിന്റെ തുടക്കവും രണ്ടാം പകുതിയും 2 രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും. വർഷത്തിന്റെ തുടക്കത്തിൽ, അതായത് ജനുവരി മുതൽ ഏകദേശം ഏപ്രിൽ മെയ് മാസം വരെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അല്പം മടുപ്പും അലസതയും തടസ്സങ്ങളുമൊക്കെ അനുഭവപ്പെട്ടേക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു അംഗീകാരമോ പ്രമോഷനോ ലഭിക്കാൻ കുറച്ച് കാലതാമസം വന്നേക്കാം. സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ചില കുത്തിത്തിരിപ്പുകളോ അനാവശ്യമായ തർക്കങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേയുള്ളൂ: പരമാവധി ക്ഷമയോടെയും സംയമനത്തോടെയും പെരുമാറുക. നിങ്ങളുടെ സ്വതസിദ്ധമായ എടുത്തുചാട്ടം ഈ സമയത്ത് കാണിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയേ ഉള്ളൂ. മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. എന്നാൽ വ്യാഴത്തിന്റെ രാശിമാറ്റം സംഭവിക്കുന്നതോടെ വർഷത്തിന്റെ രണ്ടാം പകുതി നിങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു സുവർണ കാലഘട്ടമായിരിക്കും. അതുവരെ നിങ്ങളെ എതിർത്തിരുന്നവർ പോലും നിങ്ങളുടെ പക്ഷത്തേക്ക് വരും. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, സ്ഥലം മാറ്റം എന്നിവയ്ക്ക് വഴിയൊഴുങ്ങും. പുതിയ ജോലി അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരും. ചിലർക്ക് വിദേശത്ത് ജോലി ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നു.
സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കാനും ഏറ്റവും അനുയോജ്യമായ സമയമാണ്. പുതിയ പങ്കാളികളെ ലഭിക്കാനും വലിയ കരാറുകളിൽ ഒപ്പുവെക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ശനിയുടെ സ്വാധീനം കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും കഠിനാധ്വാനം അത്യാവശ്യമാണ്. അലസത കാണിച്ചാൽ കയ്യിൽ വന്ന ഭാഗ്യം തട്ടിത്തെറിച്ചു പോകും. സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് കഠിനമായ പ്രയത്നത്തിലൂടെ വിജയം സുനിശ്ചിതമാണ്. നിങ്ങളുടെ പഠനത്തിലും പരിശീലനത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്. ഇനി നമുക്ക് സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരാം. 2026 നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കും? സാമ്പത്തികമായി 2026 നിങ്ങൾക്കൊരു റോളർ കോസ്റ്റർ യാത്ര പോലെയായിരിക്കും. അതായത് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. വർഷത്തിന്റെ തുടക്കത്തിൽ അപ്രതീക്ഷിതമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യം, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് പണം ചെലവഴിക്കേണ്ടി വരും. ഈ സമയത്ത് നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. ആർക്കെങ്കിലും ജാമ്യം നിൽക്കുക, വലിയ തുക കടം കൊടുക്കുക, ഊഹക്കച്ചവടത്തിൽ പണം നിക്ഷേപിക്കുക എന്നിവയൊന്നും ഈ സമയത്തരുത്. അത് വലിയ നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. എന്നാൽ വർഷം പകുതി പിന്നിടുന്നതോടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ തുടങ്ങും. പല വഴികളിൽ നിന്നും ധനാഗമമുണ്ടാകും. മുൻപ് കൊടുത്ത പണം തിരികെ ലഭിക്കാം. പൂർവിക സ്വത്തുക്കൾ ലഭിക്കാനോ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനോ സാധ്യതയുണ്ട്. ചിലർക്ക് ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ നിന്നും ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകാം. പുതിയ വാഹനം വാങ്ങാനും വീട് പണിയാനോ മോടിപ്പിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും. പക്ഷെ കയ്യിൽ പണം വരുമ്പോൾ അമിതമായി ആഡംബരങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന നിങ്ങളുടെ സ്വഭാവം നിയന്ത്രിക്കണം. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ ചെലവുകളുടെ മേൽ എപ്പോഴും ഉണ്ടാകും. അതിനാൽ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ പഠിച്ചാൽ 2026 അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സാധിക്കും. ചിട്ടി, ലോൺ എന്നിവ എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നന്നായി പഠിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. എടുത്തുചാടി ഒരു സാമ്പത്തിക ഇടപാടിലും ചെന്നു ചാടരുത്. അടുത്തത് നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ അടിസ്ഥാനമായ കുടുംബജീവിതവും സ്നേഹബന്ധങ്ങളുമാണ്. അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് 2026 അശ്വതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്? കുടുംബപരമായി വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു വർഷമാണ് 2026. നിങ്ങളുടെ രാശിയിൽ കേതുവിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ ഒരുതരം ഒറ്റപ്പെടൽ, വിഷാദം, പങ്കാളിയുമായി അനാവശ്യമായ തർക്കങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ എടുത്തുചാട്ടവും മുൻകോപവും ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. പങ്കാളിയുടെ ഭാഗം കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പർവ്വതീകരിച്ച് വലിയ വഴക്കുകളാക്കി മാറ്റരുത്. പ്രത്യേകിച്ച് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഈ കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. എന്നാൽ നിങ്ങൾ സ്നേഹത്തോടെയും വിട്ടുവീഴ്ചാ മനോഭാവത്തോടെയും പെരുമാറുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെയെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. വിവാഹം ആലോചിക്കുന്ന യുവതീ-യുവാക്കൾക്ക് ഒരുപാട് ആലോചനകൾ വരാനും അതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പക്ഷേ വർഷാവസാനത്തോടെ നിങ്ങൾക്ക് അനുയോജ്യമായൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. പ്രണയബന്ധങ്ങളിലുള്ളവർക്കും ഇത് ബാധകമാണ്. ചെറിയ പിണക്കങ്ങളും സംശയങ്ങളും ബന്ധങ്ങളിൽ വെള്ളിൽ വീഴ്ത്താതെ സൂക്ഷിക്കണം. കുടുംബത്തിലെ മുതിർന്നവരുടെ, അതായത് മാതാപിതാക്കളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ടി നിങ്ങളുടെ കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കുക. സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിച്ച് പരിഹരിക്കാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും പുതിയൊരംഗം വന്നുചേരാനും അഥവാ കുഞ്ഞുങ്ങൾ ജനിക്കാനും ഭാഗ്യം കാണുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനത്തെ നിർണയിക്കുന്ന വർഷമായിരിക്കും 2026. സ്നേഹത്തോടെ സംസാരിച്ചാൽ സ്വർഗവും ദേഷ്യത്തോടെ സംസാരിച്ചാൽ നരകവും നിങ്ങൾക്ക് തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ആരോഗ്യം. ആരോഗ്യമുണ്ടെങ്കിലല്ലേ മറ്റെന്തും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കൂ. 2026 അശ്വതി നക്ഷത്രക്കാരുടെ ആരോഗ്യനില എപ്രകാരമായിരിക്കും? ആരോഗ്യകാര്യങ്ങളിൽ ഈ വർഷം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ എപ്പോഴും ഓർക്കണം. നിങ്ങളുടെ രാശിയുടെ അധിപനായ ചൊവ്വയും രാശിയിൽ നിൽക്കുന്ന കേതുവും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. പ്രത്യേകിച്ച് തലയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ. തലവേദന, മൈഗ്രെയിൻ, ഉറക്കമില്ലായ്മ, കണ്ണിന് അസ്വസ്ഥത എന്നിവയെ നിസ്സാരമായി കാണരുത്. രക്തസമ്മർദ്ദമുള്ളവർ കൃത്യമായി മരുന്ന് കഴിക്കുകയും പരിശോധനകൾ നടത്തുകയും വേണം. അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങളും ടെൻഷനുകളും നിങ്ങളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും. അതുകൊണ്ട് യോഗ, ധ്യാനം, പ്രാണായാമം എന്നിവ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ
വാഹനം ഓടിക്കുമ്പോഴും യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുമ്പോഴും അതീവ ജാഗ്രത പുലർത്തണം. ചെറിയ അപകടങ്ങൾക്കോ വീഴ്ചകൾക്കോ സാധ്യത കാണുന്നതിനാൽ ശ്രദ്ധ അനിവാര്യമാണ്. ഭക്ഷണകാര്യത്തിലും ഒരു നിയന്ത്രണം വേണം. എരിവും പുളിയും അമിതമായി ഉപയോഗിക്കുന്നത് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് കാരണമാകും. ഈ വർഷം നിങ്ങളുടെ ഊർജ്ജനിലയിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ വളരെയധികം ഉന്മേഷം തോന്നും, മറ്റു ചിലപ്പോൾ ഒരു കാര്യവും ചെയ്യാൻ തോന്നാത്ത അലസതയും ക്ഷീണവും അനുഭവപ്പെടും. ഇതിനെയെല്ലാം മറികടക്കാൻ ചിട്ടയായ ഒരു ജീവിതശൈലി നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണം. ചെറിയൊരു ആരോഗ്യ പ്രശ്നം വന്നാൽ പോലും സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറെ കാണാൻ മടിക്കരുത്. വിദ്യാർത്ഥികളായ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഒരു പരീക്ഷണ കാലഘട്ടമായിരിക്കും. നിങ്ങളുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന പല കാര്യങ്ങളും ചുറ്റും നടക്കാം. മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം, ചീത്ത കൂട്ടുകെട്ടുകൾ എന്നിവ നിങ്ങളുടെ പഠനത്തെ പിന്നോട്ടടിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് കഠിനാധ്വാനത്തിലൂടെ നല്ല റാങ്കുകൾ കരസ്ഥമാക്കാം. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നുചേരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ വർഷം വിദ്യാർത്ഥികൾക്ക് ഭാഗ്യത്തിന്റെ പിന്തുണയേക്കാൾ സ്വന്തം പ്രയത്നത്തെയായിരിക്കും ആശ്രയിക്കേണ്ടി വരിക. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഉപദേശങ്ങൾ സ്വീകരിക്കാൻ മടിക്കരുത്. ഇനി ഈ ദോഷഫലങ്ങളെല്ലാം കേട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ജ്യോതിഷം നമ്മളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് വഴികാട്ടാനാണ്. ഗ്രഹങ്ങളുടെ ദോഷവശങ്ങളെ കുറയ്ക്കാനും നല്ല ഫലങ്ങളെ വർദ്ധിപ്പിക്കാനും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില ലളിതമായ പരിഹാരങ്ങളുണ്ട്. ഒന്നാമതായി, അശ്വതി നക്ഷത്രത്തിന്റെ ദേവതയായ അശ്വിനി ദേവന്മാരെയും നിങ്ങളുടെ ജന്മനക്ഷത്രാധിപനായ കേതുവിനെയും പ്രീതിപ്പെടുത്താൻ അതിനേറ്റവും ഉത്തമമായ മാർഗം വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ ഓം ഗം ഗണപതേ നമ എന്ന ഗണപതി മന്ത്രം 108 തവണ ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളെയും തടസ്സങ്ങളെയും ഇല്ലാതാക്കും. രണ്ടാമതായി, നിങ്ങളുടെ രാശിയാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ എല്ലാ ചൊവ്വാഴ്ചകളിലും സുബ്രഹ്മണ്യസ്വാമിയെയോ ഭദ്രകാളിയെയോ ദർശിക്കുന്നത് വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യന് പഞ്ചാമൃതം അഭിഷേകം ചെയ്യുന്നതും ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ചൊവ്വയുടെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. മൂന്നാമതായി, ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും എള്ളുതിരി കത്തിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ ശാരീരികമായി അവശത അനുഭവിക്കുന്നവരെയും പ്രായമായവരെയും സഹായിക്കുന്നതും കാക്കയ്ക്ക് എള്ള് ചേർത്ത ഭക്ഷണം നൽകുന്നതും ശനിപ്രീതിക്ക് ഏറ്റവും നല്ലതാണ്. അവസാനമായി, ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിങ്ങൾ തന്നെ വരുത്തേണ്ട മാറ്റങ്ങളാണ്. നിങ്ങളുടെ മുൻകോപവും എടുത്തുചാട്ടവും നിയന്ത്രിക്കാൻ പഠിക്കുക. സംസാരിക്കുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കുക. ക്ഷമ ശീലിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ 2026 പകുതി പ്രശ്നങ്ങളും ഇല്ലാതാകും. ചുരുക്കി പറഞ്ഞാൽ 2026 അശ്വതി നക്ഷത്രക്കാർക്ക് ഒരുപാട് സാധ്യതകളുടെയും അതേസമയം ചില വെല്ലുവിളികളുടെയും വർഷമാണ്. വർഷത്തിന്റെ തുടക്കത്തിലെ ചില പ്രയാസങ്ങൾ കണ്ട് നിങ്ങൾ തളർന്നു പോകരുത്. അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നിങ്ങൾ ക്ഷമയോടെയും കഠിനാധ്വാനത്തോടെയും പിടിച്ചു നിന്നാൽ വർഷത്തിന്റെ 2ാം പകുതിയിൽ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് വലിയ വിജയങ്ങളും സൗഭാഗ്യങ്ങളുമാണ്. നിങ്ങളുടെ തലവര മാറുന്ന, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി മാറാൻ സാധ്യതയുള്ള ഒരു വർഷം തന്നെയാണ് 2026. പക്ഷേ ഓർക്കുക, ഗ്രഹങ്ങൾ നമുക്ക് വഴി കാണിച്ചു തരും. ആ വഴിയിലൂടെ നടക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ പ്രയത്നമാണ് നമ്മുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട അശ്വതി നക്ഷത്രക്കാരായ നിങ്ങളുടെ ജീവിതത്തിൽ 2026 എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ അതേ നക്ഷത്രത്തിൽ ജനിച്ച കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പങ്കുവെക്കാൻ മറക്കരുത്. അവരുടെ ജീവിതത്തിലും ഇതൊരു വഴികാട്ടിയാകട്ടെ. നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമന്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഈ ജ്യോതിഷലോകം കുടുംബത്തിലെ ഓരോ അംഗത്തിനും വേണ്ടി ഞാൻ പ്രത്യേകം നടത്തുന്ന പൂജകളിലും പ്രാർത്ഥനകളിലും നിങ്ങളെയും പേരെടുത്ത് ചേർക്കുന്നതായിരിക്കും. നിങ്ങളുടെ നിരന്തരമായ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം. അതിന് ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.